ചൂട് നല്ല രീതിയിലുണ്ടായിരുന്നു മുകളിൽ. അപ്പോൾ നമുക്കൊരു എനർജി ആവശ്യമില്ലാതെ നമുക്ക് ഒരു നഷ്ടപ്പെടുത്തു പോകുന്ന ഒരു ഇതായിരുന്നു. പിന്നെ ബേസിക്കലി ഇപ്പോൾ കറണ്ടിൻ്റെ കൺസംഷൻ എല്ലായിടത്തും കൂടിക്കൊണ്ട് വരുന്നതുകൊണ്ട് ആ ഒരു വേസ്റ്റ് ആയി പോകുന്ന ഒരു എനർജി നമുക്കൊന്ന് യൂട്ടിലൈസ് ചെയ്യാന്നുള്ളൊരു കൺസെപ്റ്റായിരുന്നു. മൂപ്പൻസിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അധികം ഡിലേ ഒന്നും ഇല്ലാതെ എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ കാര്യങ്ങൾ നടന്നായിരുന്നു. വലിയ ഡിലേ ഒന്നിനും ഇല്ലായിരുന്നു. മെറ്റീരിയൽ ഡെലിവറി ചെയ്തതും ഇൻസ്റ്റലേഷനും എല്ലാം ടൈം പറഞ്ഞതിന് മുമ്പ് തന്നെ ചെയ്തു. 10 days ആണ് പറഞ്ഞത്, വന്നാലും ഒരു 1 weekനുള്ളിൽ തന്നെ മെറ്റീരിയൽസ് എത്തിയായിരുന്നു. അതുപോലെ തന്നെ ഇൻസ്റ്റലേഷനും എല്ലാം ഫാസ്റ്റായിട്ട് തന്നെ നടന്നായിരുന്നു. വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. നമ്മൾ വിചാരിച്ചതിന് ഷെഡ്യൂളിന് മുമ്പേ നടന്നായിരുന്നു. സർവീസ് വൈസ് നോക്കിയാൽ അത് നല്ല രീതിയിൽ തന്നെയായിരുന്നു. നമ്മൾ എങ്ങനെ നോക്കിയാലും ബാക്കി അതിന് മുമ്പ് ഞാൻ ഒരു 4-5 പേരോട്ട് ഇൻട്രാക്ട് ചെയ്തതിന് ശേഷമാണ് ഇവിടെ എത്തിയതെങ്കിലും നമുക്ക് അതിനൊരു ഫാർ ബെറ്റർ ആയിട്ടുള്ള ഒരു ഇതായിരുന്നു ഇവിടെ നിന്ന് കിട്ടിയിരുന്നത്. സെയിൽസ് കഴിഞ്ഞിട്ടായാലും സർവീസ് ആണെന്നുണ്ടെങ്കിലും ഓരോ കാര്യത്തിനാണെന്നുണ്ടെങ്കിലും അവിടെ നിന്ന് ഇങ്ങോട്ടാണ് കൊള്ളുന്നത്. നമുക്ക് ഒരു കാര്യത്തിന് അങ്ങോട്ട് വിളിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ആവറേജ് ഒരു 12 units വരും എന്നുള്ള ഒരു കൺസെപ്റ്റാണ് പറഞ്ഞിരുന്നെങ്കിലും എനിക്കൊരു 15-16 വരെയൊക്കെ തന്നെ ചില സമയങ്ങളിൽ കിട്ടിയിട്ടുണ്ട്. നല്ല ആവറേജ് എങ്ങനെ നോക്കിയാലും പറഞ്ഞതിലും കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പോസിറ്റീവായിട്ട് ഉള്ളൊരു തീരുമാനമായിട്ട് തന്നെയാണ്. നേരത്തെ ഞാൻ എറണാകുളത്താണ് താമസിച്ചിരുന്നത് വെച്ചാൽ ഇങ്ങോട്ട് വീട് വെച്ച് മാറിയിട്ട് ഏകദേശം 2 വർഷമായിട്ടുള്ളൂ. അവിടെ ആയിരുന്നപ്പോൾ ഫുൾ ടൈം AC ഒക്കെ ഇട്ടാണ് യൂസ് ചെയ്തിരുന്നത് വെച്ചാൽ. അപ്പോൾ എനിക്കൊരു 2000-3000 റേഞ്ചിലാണ് വന്നിരുന്നത്. പക്ഷേ ഇവിടെ വരുന്നപ്പോഴത്തേക്ക് ഇത്തിരി ചൂട് കുറവായിരുന്നതുകൊണ്ട് പിന്നെ നമുക്ക് അത്രയും കറണ്ട് ബില്ല് വന്നിട്ടില്ല. നല്ലൊരു 2000 താഴെയായിരുന്നു. ഇപ്പോൾ എനിക്ക് മറ്റേ ഫിക്സഡ് ചാർജസ് മാത്രമായ ഒരു 250 അല്ലെ 300 താഴെ വരുന്നുള്ളൂ. സോളാർ എടുക്കുന്നതിന് മുമ്പ് കൺസംഷൻ യൂണിറ്റ് ആവറേജ് ഒരു 2 months കൂടുമ്പോൾ 300 units ആണ് ഞാനിവിടെ കൺസ്യൂം ചെയ്തുകൊണ്ടിരുന്നത് വെച്ചത്. പക്ഷേ ഇത് വന്നപ്പോഴത്തേക്കും എനിക്ക് മന്ത്ലി തന്നെ 300 units കൂടുതൽ ഇവിടെ ജനറേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ വീട്ടിലുള്ള ഗ്യാസ് കാര്യങ്ങളൊക്കെ ഇലക്ട്രിക്കലിലോട്ട് മാറ്റി. അതുപോലെ ഓവൻ അതുപോലത്തെ കാര്യങ്ങളെല്ലാം കിച്ചണിലെല്ലാം ഇലക്ട്രിക്കലാക്കി. അപ്പോൾ ആ ഇതിലോട്ട് മാറിയപ്പോഴത്തേക്കും എനിക്ക് വീട്ടിലെ ഗ്യാസ് നേരത്തെ 1 മാസത്തിൽ താഴെ നിന്ന് വെച്ചാൽ ഇപ്പോൾ 2.5 മാസത്തിലോട്ട് ഗ്യാസ് പോയി. അപ്പോൾ എനിക്ക് ഏത് സൈഡിൽ നോക്കിയാലും അതൊരു പോസിറ്റീവായിട്ട് തന്നെയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് കറണ്ട് ബില്ല് മാത്രം നോക്കിയിട്ട് കാര്യമില്ല, ബാക്കിയുള്ള കോസ്റ്റ് എല്ലാം കുറഞ്ഞു അതിനായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ വാട്ടർ ഹീറ്ററും എല്ലാം ഈസി ആയിട്ട് നമുക്ക് ആവശ്യം പോലെ ഉപയോഗിക്കാം. നേരത്തെ ഒരു ലൈറ്റ് ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ നോക്കേണ്ട കാര്യമില്ല. എങ്ങനെ നോക്കിയാലും നമുക്ക് എല്ലാ മാസം എക്സസ്സാണ് വരുന്നത് കറണ്ട്. ഞാൻ എറണാകുളത്താണ് വർക്ക് ചെയ്യണത്. അപ്പോൾ നോർമലി അവിടെ ഇരുന്നാൽ പോലും നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, വീട്ടിൽ കറണ്ട് ഉണ്ടോ ഇല്ല കാര്യങ്ങളെല്ലാം ഇവിടെ ഇരുന്ന് കാണാം. അപ്പോൾ എല്ലാ ദിവസമുള്ള യൂണിറ്റ് ജനറേഷൻ എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. എക്സ്ട്രീംലി ഹാപ്പിയാണ്. ഞാൻ 3-4 പേരെ റെഫർ ചെയ്യുകയും ചെയ്തു. അവരുടെ വീട്ടിലൊക്കെ വെച്ചിട്ടുണ്ട്.